إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه عباد الله اتقوا الله പിർസത്തെ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശന വിധിവിലക്ക് ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും പാലനയാക്കിയിട്ട് അല്ലാഹുക്ക് ഭയപ്പെട്ടിട്ട് തഖ്വയോടുകൂടെ ജീവിക്കാനും ചൊന്നിട്ടു സ്വന്തത്തെ ഒട്ടിക്കുകയും നിങ്ങളെല്ലാം ഓരോരുത്തരൊട്ടിಗೆ തഖ്വ വസിയത്താക്കരും. ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് അല്ലാഹുക്ക് ഭയപ്പെട്ടിട്ട് യഥാർത്ഥമായ മുഅ്മിനായിട്ട് ജീവിക്കുകയും അതേപോലെ മരിക്കരുതായ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലതായ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചിട്ട് കാമിലായ ഈമാനോട് കൂടെ മരിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. സഹോദരന്മാരെ, ഞങ്ങൾ വലിയ ಅದೃಷ್ಟವಂತ ആൾമാരായിട്ടിക്കറ, അല്ലെങ്കിൽ വലിയ ഭാഗ്യವಂತ ആൾമാരായിട്ടിക്കറ, വലിയ നസീബ്കാരായിരിക്കറ നഗര എന്ന് വെച്ചെങ്കിൽ പരിശുദ്ധമായ റമദാൻ തിങ്കളു ഒരിക്കൽ കൂടി പിന്നൊരിക്കൽ കൂടി ജീവിക്കുകയും ഇബാദത്തെടുക്കുകയും നോമ്പെടുക്കുകയും ഉള്ളതായ ആ തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമായിട്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാ അമലു സ്വാലിഹാത്തിനെ സ്വീകരിച്ചിട്ട് തക്കതായ പ്രതിഫലം തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ജീവിതത്തിൽ എന്നും ദീർഘായുസ് തന്നിട്ട് യാരെ റമദാൻ ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് തരട്ടെ. റമദാൻ തിങ്കൾ കിട്ടുകയും ചൊന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു വർഷ ആയുസ് കിട്ടിയിട്ട് ഒരു റമദാൻ തിങ്കൾ കിട്ടുകയും ചൊന്നെങ്കിൽ അത് വലിയ ബിസിയായിട്ടിരിക്കും. ഒരു മൂമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബിസിയായിട്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ ഞങ്ങൾക്ക് തന്നെ എന്തിരിക്കും ചൊന്നെങ്കിൽ അല്ലാഹുക്ക് യാരെ മുട്ടാവുകയും
അതേപോലെ നാളെ പരലോകത്തിൽ ഞങ്ങൾ വിജയിക്കുമെന്നായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ റമദാൻ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ കൂടി കിട്ടുകയെന്ന് ചൊന്നെങ്കിൽ എത്രമാ ആൾമാർ കഴിഞ്ഞ വർഷം ഇന്നെങ്കിൽ ഈ വർഷം ഇല്ല, ജീവിച്ചിരിക്കുകയില്ല. എത്രമാ ആൾമാർ കഴിഞ്ഞ വർഷം ഞങ്ങളെ പള്ളിയിൽ വന്നിട്ട് ഇബാദത്ത് എടുത്തെങ്കിൽ ഇണ്ട് പള്ളിക്ക് പറകു സാധ്യമില്ലാത്ത അവസ്ഥയിലായിട്ടിരിക്കുന്നു. അങ്ങ് വലിയൊരു ആശയായിട്ടിരിക്കുന്നു. പള്ളിക്ക് പോയിട്ട് ജമാഅത്തിൽ പങ്കെടുത്തിട്ട് അവിടെ ഞങ്ങൾ ഇബാദത്ത് എടുക്കണം, ജമാഅത്തിൽ സാധ്യമായിട്ടില്ല. അങ്ങ് ഔത്തിൽ കിടന്നിട്ടുള്ളാർ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ള ഉള്ളാർ. ഇങ്ങനെ പല നമുത്തുള്ളൂ ആൾമാർ കഷ്ടത്തിലുള്ളാർ. മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് വലിയ തൗഫീഖായിട്ട് തന്നറി. ഞങ്ങൾക്ക് ഇതിൽ ബല ഗൊന്താവുണ്ടായതുകൊണ്ടല്ലേ ഇത് ഇല്ലാണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് സലാമത്താക്കട്ടെ. മദീനത്തേക്ക് 2 ചങ്ങായിമാർ ദീനി സേവനകനായിട്ട് വന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വന്നിട്ട് അവിടെ മദീനത്തിൽ ജീവിക്കുക ശുരുവാക്കിയാർ. അതിൽ ഒരു ചങ്ങായി കുറിയ ടൈം പോകുമ്പോഴത്തേക്ക് ഒരു യുദ്ധത്തിൽ ഷഹീദായ ആൾക്ക് വലിയൊരു സ്ഥാനം ഉണ്ട് ചെന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുണ്ട്. അങ്ങനെ ഇയാൾ ഷഹീദായിട്ട് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കു ഇയാളെ പിന്നൊരു ചങ്ങായി അയാൾ സാധാരണ മരണപ്പെട്ടു. സാധാരണ മരിപ്പ്. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊട്ടിಗೆ ചൊല്ലു, ത്വൽഹത്ത് ഇബ്നു ഉബൈദ റളിയല്ലാഹു അൻഹു, നബിയെ ഞാൻ അങ്ങനെ 2 ആളെ കിനാവുൽ നോക്കിയേ, സ്വപ്നത്തിൽ ഞാൻ നോക്കിയേ, ആ സാധാരണ മരിച്ചതായ ആ ചങ്ങായി ഉണ്ടല്ലേ ഫസ്റ്റ് സ്വർഗത്തേക്ക് പോകേണ്ടതും ഷഹീദായ ആൾ 2ാമത്തെ സ്വർഗത്തുക്കും പോകേണ്ടതായിട്ട് ഞാൻ സ്വപ്നത്തിൽ നോക്കിയ നബിയെ, അത് എങ്ങനെ സാധ്യമുണ്ട്? ഒരു ഷഹീദായ ആളുകളുടേതായ മർത്തവവും സ്ഥാനവും ഇതെല്ലാം സാധാരണ മരിച്ചതായ ഒരാൾക്ക് കിട്ടുക സാധ്യമുണ്ട് നബിയെ എന്ന് ചൊന്നിട്ടു നബിരെ മുട്ട വന്നിട്ട് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു, അതിൽ വലിയ ഒരു വിശേഷതയില്ല. സാധാരണ മരിച്ചതായ ആൾ ഒരു വർഷം മുന്നൂറ് മരിച്ചതായ ഒരു ഷഹീദായ ഒരു ആൾക്ക് കാണ യാരെ ഒരു സ്ഥാനം കിട്ടിയതിൽ നീന് വലിയ അത്ഭുതപ്പെടാനായ അഗത്യമില്ല. അലൈസ ഹാദ ഖദ് മകസ ബഅദഹു സന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നേ, ആ ഷഹീദായ ആൾ ഷഹീദായാൽ പിന്നെ ഒരു വർഷം യാരെ ഈ മനുഷ്യ ജീവിച്ചിട്ടില്ലേ? ഒരു വർഷം യാരെ ഈ മനുഷ്യ ജീവിച്ചിട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷം യാരെ ഇയാൾ കൊടുത്തിട്ടില്ലേ? എന്നിട്ട് ഫസാമ റമദാന, ആ ഒരു വർഷത്തിൽ ഒരു തിങ്കളും നോമ്പെടുത്തിട്ടില്ലേ? റമദാൻ തിങ്കൾ അയാൾക്ക് കിട്ടിയിട്ടില്ലേ? ആ മുന്നൂറ് ഷഹീദായ പോയ ആളെക്കാണ് യാര് ഒരു റമദാൻ യാരെ ഇയാൾക്ക് കിട്ടിയത്. അതേപോലെ വസല്ല കഥ കഥ അയാൾ നിസ്കരിച്ചിട്ട് അയാൾ വേറെ നമ്മത്തെ നല്ല നല്ല അമലു സ്വാലിയാത്ത് എടുത്തിട്ട് ആ ഒരു വർഷത്തിൽ ആയത് കൊണ്ടിട്ടു അയാൾക്ക് ഷഹീദരെ കാണ യാരെ മർത്തവും സ്ഥാനവും അയാൾക്ക് കിട്ടിത്തെന്ന് ചൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വിവരിക്കുമ്പോഴത്തേക്കു ഞങ്ങൾക്ക് ഒരു തിങ്കളത്തെ ഈ ഒരു റമദാൻ മാസം ഒരിക്കലും കൂടി ഞങ്ങൾക്ക് കിട്ടിയതെന്ന് ചൊല്ലുമ്പോഴത്തേക്കും അതിൽ ഒരു സാധാരണ ബിസിയായിട്ട് ഞങ്ങൾക്ക് കാണാൻ തീരല്ലേ? അത് വലിയ ബിസിയായിട്ട് ഒരു ആയുസ് ദീർഘമായിട്ട് കിട്ടിയതും അതിലൊരു നല്ല നല്ല അമൽ സ്വാലിയാത്ത് എടുക്കുകയുള്ളതായ ചാൻസ് ഞങ്ങൾക്ക് കിട്ടിയതും അത് വലിയ ഒരു ഭാഗ്യമായിട്ട് അതായിട്ട് ഞാൻ ചൊന്നത് ഞങ്ങൾ വലിയ അദൃഷ്ടവന്തന്മാരെന്ന് ചൊന്നിട്ടു. അൽഹംദുലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ട ഒരാൾ വന്നിട്ട് കേൾക്കറ്, അയ്യുന്നാസി ഖൈർ, മനുഷ്യന്മാരിൽ ജീവിച്ചിട്ട് നല്ല ആൾ ആറുണ്ട്, നല്ല ആൾമാർ ആറുണ്ട് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, മൻ ത്വാല ഉംറുഹു വഅസുന അമലുഹു, ആറൊരുത്തക്ക് ഉമറു അവൻ്റെ ആയുസ് ദീർഘമായിട്ട് കിട്ടിയിട്ട് എന്നിട്ട് വഹസുന അമലുഹു ആ ആയുസ്സിൽ അവന് നല്ല നല്ല സ്വറ എടുത്താൽ അവനായിട്ട് നല്ലവണു. അപ്പോൾ ആയുസ് ദീർഘമായിട്ട് കിട്ടിയിട്ട് അതിൽ നല്ല നല്ല സ്വറ എടുത്തിട്ട് നാളെ പരലോകത്തേക്ക് പേനായിട്ട് ചെമ്മ സമ്പാദനാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവനായിട്ട് ഏറ്റവും നല്ലവണുണ്ട് ഹൈറായ മനുഷ്യന്മാരിൽ വെച്ചിട്ട്. എന്നിട്ട് ആ മനുഷ്യ കേൾക്കറ്, അയ്യുന്നാസി ഷർ, മനുഷ്യന്മാരിൽ വെച്ചിട്ട് ഷർറായ ബെടക്കായ മനുഷ്യ ആറും ചൊന്നപ്പോൾ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു, മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു, ആറുത്ത ഉമുറ് ചെമ്മ വലിയ ഉദ്ദമ ദീർഘമായ ഒരു ഉമുറ് കിട്ടിത്ത് ആയുസ് ദീർഘമായിട്ട് കിട്ടിത്ത് മാത്രമ അവൻ എടുത്തതെല്ലാം സ്വറ ബാൻഡാത്തതായിട്ടിരിക്കും അവനായിട്ടിരിക്കുന്ന വലിയ ഷർറായ ആളുണ്ട്. ഉമുറ് കിട്ടിയിട്ട് പ്രയോജനമില്ല, ആ കിട്ടിയതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തില്ല അതായിട്ടിക്കറ് കൂടെ നോക്കുകയുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു, തൂബാ ലിമൻ ത്വാല ഉമുറുഹു വഹസുന അമലുഹു, ആറോർത്തക്ക് ചെമ്മ ദീർഘമായ ആയുസ് കിട്ടിത്ത്
അതേപോലെ അവನು ആ ആയുസ്സിൽ നല്ല നല്ല സ്വര എടുത്താമ അവനുക്ക് തൂബ അഭിനന്ദനായിട്ടിക്കുന്നുണ്ട്. പിന്നൊരു മോത്തിൽ ചൊല്ലെ തൂബാന്ന് ചൊന്നെങ്കിൽ എന്തെന്ന് ചൊന്നെങ്കിൽ അത് സ്വർഗത്തിലുള്ളതായ ഒരു മര ആയിട്ടിക്കറ്. ആ മരം ചൊന്നെങ്കിൽ അതിലെ നെതലുണ്ടല്ലേ ഷേഡ് അതിങ്ങനെ നടന്നുകൊണ്ട് ഒരുത്ത പോയിട്ടായെങ്കിൽ 100 വർഷ സഞ്ചാരം ആക്കിയിട്ടായെങ്കിൽ അത് തീർറ്. അത്രയും വലിയതായ മര ആയിട്ടിക്കറ് സ്വർഗത്തിൽ ഓണക്കിട്ടേ നല്ല അമലെടുത്തോണ്ട് ഒരു സ്വർഗത്തിലൊരു ബടികുത്തുകളുടേതായ ഒരു ചെറിയ പക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ ഭാഗ്യവന്തായിട്ടിക്കറ. സ്വർഗം ചൊന്നെങ്കിൽ ഒരു കണ്ണും കാണാത്ത, ഒരു കാവും കേൾക്കാത്ത, ഒരു മനസ്സിക്ക് സമയത്ത് ഊഹിക്കുക സാധ്യമില്ലാത്തതായ സുഖ സൗകര്യം ഉള്ളതായ ഒന്നായിട്ടിക്കറ് സ്വർഗം ചൊല്ലത്. ആ സ്വർഗത്തിൽ ഇത്രയും വലിയതായ ഒരു മര ഓർത്തക്ക് കിട്ടുകയും ചൊന്നെങ്കിൽ അത് വലിയ വലിയ ഭാഗ്യമായിട്ടിക്കറാണ്. അത് മാത്രമല്ല ആ മരത്തിൽ നിന്നിട്ടായിട്ടിക്കറ് യഖ്റുജു സിയാബുഹു അഹ്ലുൽ ജന്നത്തി മിൻ അക്മാമിഹ. സ്വർഗത്തിലെ ആൾമാരെ ആ ഡ്രസ്സെല്ലാം അതിലെ മരത്തിലെ ഇലയിൽ നിന്നിട്ടായിട്ട് ആക്കരുതെന്ന് ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടെ ഒരു ആ ദീർഘായുസ് കിട്ടിയതായ ആൾമാർ, ഞങ്ങളെപ്പോലത്തെ ഒരു റമദാൻ മാസം കൂടി കിട്ടിയതായ ആൾമാർ അതിൽ അമൽ സ്വാലിഹത്ത് എടുത്ത് ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്തയായിട്ട് ഞങ്ങൾക്ക് തന്നെ. ಏನು ಈ ರಮದಾನ್ ಮಾಸತ್ತಿಗೆ ಇത്രയും വലിയതായ ഒരു പ്രാമുഖ്യത്തെ ಬರಗುಳ್ಳದಾಯ ಕಾರಣ, ഈ റമദാൻ മാസത്തിക്ക് പ്രാമുഖ്യത്തെ ഇത്രയും വലിയ ബറകുള്ളതായ കാരണം എന്ത്? ചെമ്മെ 4 തിങ്കളും അത് പവിത്രമായ തിങ്ങളുണ്ട് 12 തിങ്കളിൽ വെച്ചിട്ട്. ആ തിങ്കളിൽ ഇത് പെട്ടിട്ടില്ല, റമദാൻ പെട്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ചെമ്മೆ ಬೇರೆ ಬೇರೆ ನಮ್ಮಂತೆ ಅವಕಾಶ ತಂದ್ರ 4 ತಿಂಗಳು ಪವಿತ್ರമായ ತಿಂಗಳು, അതേപോലെ 1 ತಿಂಗಳು റമദാൻ ತಿಂಗಳು, അതേപോലെ വെള്ളിയാഴ്ച നാൾ, അതേപോലെ ഹറഫ നാൾ, മുഹറം 9, 10 ഇങ്ങനത്തെ ಬೇರೆ ಬೇರೆ പെരുന്നാളിൻ്റെ 2 നാൾ. ഈ നാളുങ്ങല്ല വലിയ പോരിഷായ നാളുങ്ങൾ. അതിൽ നിങ്ങൾ അമലു സ്വാലിഹാത്ത് എടുത്തിട്ട് ഇസ്തിഗ്ഫാർ ആക്കിയിട്ട് ദുആ ആക്കിയിട്ട് അതിൽ നിങ്ങൾ വിജയ കരസ്ഥമാക്കുള്ളതായ ഒരു ചാൻസ് ആയിട്ടിരിക്കും. റമദാൻ മാസം പ്രത്യേകിച്ചിട്ടും ഒരു 1000 തിങ്കളുടെക്കാണ് യാരെ പവറുള്ളതായിട്ട് ഒരു ജാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിൽ വെച്ചില്ല. ഇത്രയും പോരിഷ ഈ റമദാൻ മാസത്തിക്ക് കിട്ടുള്ളതായ കാരണം എന്തിനു ചൊന്നെങ്കിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതായിട്ടിക്ക് റമദാൻ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു ചൊന്നിട്ട് ഒരേ പക്കത്തായിട്ടിക്ക് ഖുർആനിൽ ആ ഒരു പക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നേ റമദാൻ തിങ്കളിൽ നിങ്ങൾ നോമ്പ് നോക്കറുണ്ട് ചൊന്നിരല്ല ഫസ്റ്റിക്ക് സുറു ചൊന്നെന്ത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഷഹ്റു റമദാൻ റമദാൻ തിങ്കളും ചൊന്നിട്ടെങ്കിൽ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ആ തിങ്കളിൽ നാസിലായിട്ടുണ്ട്. അത് കാരണമായിട്ട് ഇതിക്ക് പ്രത്യേകത പരമുള്ള കാരണം ഖുർആനും റമദാനുമായിട്ടുള്ള ബന്ധം. ഖുർആൻ നാസിലായ ഒരു തിങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും പവിത്രമായ പോരിഷമുള്ള ഒരു തിങ്കളാക്കിത്ത്. എന്നിട്ട് ഖുർആൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ ഹുദൽ ലിന്നാസ്. ആ ഖുർആൻ ചൊല്ലേത് മനുഷ്യന്മാർക്ക് ഹിദായത്ത് മാർഗദർശന തൻ്റെതായ ഒരു ഗ്രന്ഥമായിട്ടിക്കറ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, അത് ബെടക്കും നല്ലതും എല്ലാം വേർതിരിച്ച് തൻ്റെതായ ഒരു കിതാബായിട്ടിക്കറ്. മനുഷ്യന്മാർക്ക് ഹിദായത്തുക്ക് മേലായിട്ട് കടത്തിയതായ ഒരു ഗ്രന്ഥ. അത് ഞങ്ങളെ ഗ്രന്ഥം ചൊല്ലുന്നുണ്ട് ഞങ്ങൾ ചൊല്ലേത്. ആ ഗ്രന്ഥവും ഞങ്ങളും നടുവുള്ളതായ ബന്ധ എന്തിനായിട്ടിക്കറ് അത് ഞങ്ങൾ ആലോചന കൂടി. ഈ നോമ്പിൽ ഈ റമദാൻ മാസത്തിൽ ಯಾರೆ ഖുർആൻ ഓതരുതും ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. മാത്രം എന്തൊക്കെ പേനായിട്ട് ഞങ്ങൾ ഖുർആൻ എങ്ങനെ പേനും അതും ഞങ്ങൾ ആലോചന കൂടി. ഇത് മാർഗദർശി ഗ്രന്ഥ അല്ലേ? എല്ലാ മൊത്തം ചൊല്ലാണ് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഹുദൽ ലിൽ മുത്തഖീൻ, അള്ളാഹുരെ പേടിച്ച് നടക്കുന്നതായ ആൾമാർക്ക് മാർഗദർശന ഗ്രന്ഥമായിട്ട് ഈ കിതാബു. ഇതിലൊരു സംശയവുമില്ലാണ്ട് 1400 വർഷത്തിലേക്കാണ് വർഷമായിട്ട് ഈ ഗ്രന്ഥം ഇറങ്ങിയിട്ട്. ഇതിലെ 2ാമത്തെ റിവൈസ്ഡ് എഡിഷൻ ഇത്രത്തോളം ഇറങ്ങിയിട്ടില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു റിവൈസ് ആക്കാനായ ഒരു തിദ്ദുപടി ആക്കിയിട്ട് മുന്നോട്ട് പോണ ഒരു അഗത്യവും ഈ 1400 ചില്ലറ വർഷത്തിൽ ഈ ഗ്രന്ഥത്തിൽ വന്നിട്ടില്ല. അങ്ങനത്തെ കാലത്ത് ഇത്രയും വലിയ ആൾ എഴുതിയ ഗ്രന്ഥവും 2nd എഡിഷൻ 3rd എഡിഷൻ വരുമ്പോഴത്തേക്കും അതിലൊരു തിദ്ദുപടി ഇക്കറ്. മാത്രമല്ല ഇതിൽ ഒരു ഹർക്കത്ത് സമയത്ത് ഒരു ഫതഹാവട്ടെ ഒരു കസറാവട്ടെ ഒരു നമ്മാവട്ടെ ഇതിൽ ഒരു ചേഞ്ചസും ഇണ്ടും വന്നിട്ടില്ല. യൗമിൽ ഖിയാമ അവിടുത്തോളം ഒരു ചേഞ്ചസും വന്നില്ല.
ഞങ്ങൾ കണ്ടതായിട്ട് അത് ഞങ്ങളെ എതിരിൽ പ്രൂവ് ആയതായിട്ട് ഒരു വർഷத்துக்கு മുന്നേ സുപ്രീം കോർട്ടിൽ ഒരു കേസ് ഇട്ടാറ്. പരിശുദ്ധ ഖുർആനിലുള്ളതായ കുറിയ ആയത്തുങ്ങ അത് ഒരു സൂട്ടബിളായ ആയത്തല്ല എന്ന് വെച്ചാൽ അത് കുറേ ഭയോത്പാദന ആക്രതായ ആയത്തായിട്ടിക്കറ്, മനുഷ്യന്മാർക്ക് അത് ചെമ്മ ഉപദ്രാക്കട ആയത്തായിട്ടിക്കറും ചൊന്നിട്ട് വാദവുമായിട്ട് ഇന്ത്യത്തെ സുപ്രീം കോർട്ടിൽ മുസ്ലിമീങ്ങളെ ഭരണയിക്കുമ്പോഴത്തേക്കല്ല ഈ കേസിൻ്റെ. അമുസ്ലിമീങ്ങളെ ഭരണയിക്കുമ്പോഴത്തേക്ക് മുസ്ലിമീങ്ങൾക്ക് ഫേവറായിട്ടുള്ളൊരു പാർട്ടിയാ എന്നെങ്കിലും ഇതിൽ ആഡളിത്തത്തിൽ ഇരിക്കുമ്പോഴത്തേക്കല്ല. അങ്ങനത്തെ കാലത്തിൽ ഐറ്റിക്കർ സുപ്രീം കോർട്ടിൽ ഒരു ഇത് കൊടുക്കേ, ഇത് എടുത്തു കളയണം ഈ ഖുർആൻ നിന്നിട്ടുണ്ട്. എന്നിട്ട് ജഡ്ജ്മെൻറ്റ് ಬಂದೆಂದ್ರೆ എടുക്കുകയാവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല. ഞങ്ങൾ ഐറ്റിക്കറ ഇതിരെ ഇറക്കിയങ്ങ നഹ്നു നസ്സൽന, ഞങ്ങൾ ഐറ്റിക്കറ ഇതിരെ എപ്പോഴും കാത്തു സൂക്ഷിக்கிறങ്ങാണ്ട്. ഇതിൽ ഒരു ചേഞ്ചസ് നടത്തുകയോ ഞങ്ങൾ വിട്ടില്ല. ആയതുകൊണ്ട് ഞങ്ങൾ അതിൽ ഈ മുസ്ലിമീങ്ങ ഇതിൽ വിഷയത്തിൽ തലച്ച് വെച്ചാക്കൊണ്ടു ചെന്നിട്ടില്ല. സുപ്രീം കോർട്ടല്ല അതിലപ്പുറം പോയിട്ടേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ജവാബ്ദാരി ഏറ്റെടുത്തിട്ടായിട്ട് ഞങ്ങളെ സ്വരന്തരം ചൊന്നെങ്കിൽ ഇത് പഠിച്ചിട്ട്, ഇതിൽ അർത്ഥം പഠിച്ചിട്ട്, ഇതിൽ ആശയം പഠിച്ചിട്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കണു. പഠിച്ചെങ്കും പഠിപ്പാട്ടിയങ്ങും മയ്യാവല്ല ഉണ്ട്, പഠിக்கிறെങ്കും പഠിപ്പാട്ടിറങ്ങും ചെമ്മ ഉള്ളത് പഠിക്കുള്ളതായ ബേന്മായത്ര വ്യവസ്ഥയും ഉണ്ട്. മുന്നോളത്തെ പോലെ അല്ല, ഏത് ഭാഷയിൽ വേണമെങ്കിൽ ഖുർആനുണ്ട്. വലിയ 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 ഖുതുബ നടത്തുന്നതും ക്ലാസ് നടത്തുന്നതും ബേന്മായത്ര ഉള്ളത് മാത്രമാണ്. ഇതിനെ പഠിച്ചിട്ട് ഇതിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവണ് ആരുള്ള. അതായിട്ട് ഇന്നത്തെ വലിയ പ്രോബ്ലം ഞങ്ങളെ സമുദായം ചെന്നെങ്കിൽ ഈ ഖുർആൻ പഠിക്കാത്തതും ആ പഠിച്ചതിൽ ആ കൊണ്ടു നടക്കാത്തതും കാരണമായിട്ട് ഉണ്ട്. വേറെ 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 ഗ്രൂപ്പായിട്ടുള്ള പോയിട്ട് ഞങ്ങൾ തമ്മിൽ അടിച്ചോണ്ടുള്ളൂ. സഹാബിന്മാരെ ആ അഖ്ലാഖും ചൊല്ലത് അത് ഖുർആനായിട്ടിന്ത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലുണ്ടെങ്കിൽ അത് നടക്കുന്നതായ ഖുർആനായിട്ടിന്ത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് കേട്ടെങ്കിൽ അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ല് അത് ഖുർആനായിട്ടിന്ത് ഉണ്ട്. ഞങ്ങൾ ആരായെങ്കിൽ ചൊല്ലുക സാധ്യമുണ്ട്. ഞങ്ങളെ അഖ്ലാഖ് അല്ലെങ്കിൽ ഞങ്ങളെ ജീവന രീതി അത് ഖുർആനും ചൊന്നിട്ട് ഒരു ഹമ്മിൽ ഞങ്ങൾക്ക് ചൊല്ലുക സാധ്യമുണ്ട്. ഖുർആനുമായിട്ട് ഞങ്ങൾ എന്തൊരു ബന്ധമുണ്ട്. ഞങ്ങൾ എത്ര വർഷമായിട്ട് ഞങ്ങൾ ഈ ഖുർആൻ ഓതിരുത് ಎಲ್ಲ ಬಿಡೋರು. ഞങ്ങൾ ಪ್ರತಿನಿತ್ಯ ಪುಣೆಯಲ್ಲಿ ಬಟ್ಟ ഒരു ಮುಸ್ಲಿಮಾಯ ಮನುಷ್ಯ ಸೂರತುಲ್ ಫಾತಿಹ ಹೋದ್ರ. സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ആയത്തുണ്ട് കേട്ടേണ്ടായെങ്കിൽ എതിർ പേരോ നോക്കുക ആൽമാറായിട്ടിരിക്കുക പെട്ടെന്ന് ചൊല്ലുകാവില്ല. എത്ര ആൽമാർക്ക് വെറും 7 ആയത്തുള്ളതായ സൂറത്തുൽ ഫാത്തിഹ അതിರ ಅರ್ಥ ಸಮೇತ ഇത്ര വർഷം ഞങ്ങൾ പാരായണാക്കിയിട്ടും 4 പൂണയിൽ പെട്ട ഇത് ഓതിയിട്ടും ഞങ്ങൾ പഠിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളും ഖുർആനും എന്തൊരു ബന്ധ. ഞങ്ങൾ സൂറത്തുൽ ഫാത്തിഹ കൈ കെട്ടിട്ട് അള്ളാഹുവിനെ മുന്നോട്ട് ഓതിനതായ ആ സൂറത്തുൽ ഫാത്തിഹയുടെ മീനിങ് സമയത്ത് ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് ചൊല്ലുന്നു. പോത്തുക്കും ഞങ്ങളെ ഗ്രന്ഥ ഇത് ഞങ്ങളെ മാർഗദർശന ഗ്രന്ഥ എന്ന് ചൊന്നിട്ട് ഞങ്ങൾക്ക് എങ്ങനെ ചൊല്ലുക സാധ്യമുണ്ട്? ഒരു പേജ് സമയത്ത് ഇല്ല, വെറും 7 ആയത്ത്, അതും സിമ്പിളായ ആയത്ത്. അത് സമയത്ത് ഞങ്ങൾ പഠിച്ചിട്ടില്ല. പിന്നെ എന്ത് ഞങ്ങളും ഖുർആനുമായിട്ട് എന്ത് ബന്ധ? ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് കുറേ കഥ തീർത്തങ്ങ് ഉണ്ടു, അതൊക്കെ കൂലി ഉണ്ടു. ആയെങ്ക ഇതൊരു മാർഗദർശി ഗ്രന്ഥ. ഞങ്ങളെ ഒരു ബിസിനസ്സാ വേറെ എന്തെങ്കിലും ആവട്ടെ അതുക്കുള്ളതായ ഒരു ഗൈഡും ചൊന്നിട്ട് ഒരു ഗൈഡ് ചെറിയ തിന്നിട്ടായെങ്കിൽ ഞങ്ങൾ എത്ര ഓതല്ലേ. ഞങ്ങൾ ഒരു പുതിയ ഒരു ബിസിനസ്സിലോ കോൺസെപ്റ്റ് വന്നു ചൊല്ലോ മാർക്കറ്റിൽ എന്നിട്ട് ചൊല്ലും അത് ഭയങ്കര സക്സസ്ഫുൾ. അതൊക്കെ ഗൈഡുണ്ട്, ഒരു ബുക്കുണ്ട്, ഒരു 100 പേജിലത്. അതിൽ ഓതിയിട്ട് അത് സ്റ്റഡി ആക്കിയിട്ട് സമത്തിൽ അതുപോലെ അവന് ബിസിനസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവന് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ കോട്യാധീശ ആവിടാന്ന് ചൊന്നിട്ട് ആരെങ്കിലും ഗ്യാരണ്ടി തന്നിട്ടായെങ്കിൽ ഞങ്ങളെല്ലാം പോയിട്ട് ആ ബുക്ക് എടുക്കുക. ആ ബുക്കിലെ ആരെല്ലാം ഒരു ട്രെയിനിങ് തണ്ടാറ് പഠിപ്പാട്ടി തണ്ടാറ് അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നുണ്ടായെങ്കിൽ അവിടെ പോയിട്ട് ക്യൂ നിൽക്കുക അഡ്മിഷനിങ് വേനായിട്ട്. എന്തേ ഒരു വർഷം മാത്രം ನಾನು ಬಾಣಿಯಾಕಿയാൽ മതി, ನಾನು ಕೋಟ್ಯಾಧಿಪತಿ അവിടെ ഞങ്ങൾക്കത് ഗ്യാരണ്ടി ആയിട്ടിക്കറ്. മാത്രമാണ് പഠിച്ചോന്ന് ചൊന്നറ ഈ ഗ്രന്ഥത്തെ ഓതി പഠിച്ചിട്ട് ഇത് പ്രകാരം ജീവിക്കോറോ നിങ്ങൾക്ക് നാളെ സ്വർഗം ഉണ്ടു ചൊന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിട്ടിക്കറ്. കൂടെ ക്വസ്റ്റ്യൻ മാർക്ക് ഞങ്ങളെ വിശ്വാസ സമം ഉണ്ടായിട്ടിക്കറ്. അപ്പോൾ റമദാനും ചൊന്നെങ്കിൽ അത് ഖുർആൻ്റെ തിങ്കളായിട്ടിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിൽ റമദാൻ തിങ്ങൊള്ളു ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ട വരും. റമദാൻ തിങ്ങൊള്ളു അത്രത്തോളം ഇറങ്ങിയതായ എല്ലാ ആയത്തിലെ ഹിഫ്ദ് പരിശോധന ഒരു വട്ട
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിട്ട് ഫസ്റ്റ് ഹാഫിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുടെ വർഷ 2 പട്ട ഖുർആൻ ഫുള്ളായിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം പരിശോധന ആക്കിയിട്ടുണ്ടായിട്ട് ചരിത്രത്തിൽ നാം കാണാൻ കിട്ടും. അപ്പോൾ ഈ തിങ്കളും ചൊന്നെങ്കിൽ അത് ഖുർആൻ്റെ തിങ്കളായിട്ട് ഖുർആൻ ഓദ്യങ്ങളുള്ളതായ ഒരു എന്ത് അതുക്കുള്ളതായ റിവാർഡ് അല്ലെങ്കിൽ കൂലി എന്ത് ചൊന്നെങ്കിൽ ഓരോരോ ഹർഫും 10 കൂലിയായിട്ട്. ഇപ്പോൾ ഓർത്ത് അലിഫ് ലാം മീം ചൊല്ലിട്ട് ഓദ്യം കണ്ടിട്ടെങ്കിൽ അവനക്ക് അത് ഒരു ഹർഫല്ല, അത് 3 ഹർഫായിട്ട്. അലിഫ് ലാം മീം ഓരോരോ ഹർഫും 10 കൂലി. ഈ 10 കൂലിയുടെ വാല്യുവേഷൻ ഞങ്ങൾക്കിടുക സാധ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടിരിക്കുന്ന നാളെ പരലോകത്ത് തന്നെ. അപ്പോൾ ഒരു പേജ് ഖുർആൻ ഓതി ഇത്രയും യാരെ കൂലി കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോരോ നിമിഷവും വേസ്റ്റ് ആക്കുക സാധ്യമേ ഇല്ല. ഉണ്ട് ഞങ്ങൾ നോമ്പുల സമയത്ത് ഞങ്ങൾ ഫോൺ ಬಿಟ್ಟಿಲ್ಲ. ಅಗತ್ಯತೆಗೆ ನಂಗೆ ಯೂಸ್ ಹಾಕೋನು. ಅನಗತ್ಯമായ ಫೋನ್ರೆ ಉಪಯೋಗ ನಂಗೆ ಇಂಡು ಈ ರಮಲಾನ್ನು ಬಿಟ್ಟಿಟ್ಲೆ ನಂಗೆ ಒಕ್ಕಲ್ಲ ಓರೋರ್ತ ನಾನು ನಿಂಗೆ ಓರೋರ್ತ ಮಾನು ಚಿಂದಿಕೊನ ಬಿಸಿ ಆಯ್ತಿಕ್ರೆ ಆ ಫೋನ್ ಎತ್ತು ಟೈಮ್ ಆಯ್ತಿಕ್ರೆ ನಂಗೆ ಬೆರ್ದೇ ಸ್ಪೆಂಡ್ ಹಾಕ್ಯೋನುಳ್ಳೆ യൂസ് ഇല്ലാണ്ട് ഉപയോഗ ഇല്ലാണ്ട് ഞങ്ങൾ പ്രത്യേകത്തോടും ചിന്തിക്കണം. ഏത് വിഷയവും ഞങ്ങൾക്ക് അതൊരു വലിയ ഒരു അമാനത്തായിട്ടിക്കറി വലിയ ഞാമത്തായിട്ടിക്കറി ഏത് വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗകരമായത് ഞങ്ങൾ തന്നിട്ട് ഈ ഫോണും ചൊല്ലുന്നുണ്ടല്ലോ ഇത് വലിയ ഒരു ഞാമത്തായിട്ടിക്കറി ನಾನು ಕಂಡುಹಿಡ್ತಲೂ ಇದು വലിയ ഒരു ഞാമത്തായിട്ടിക്കറി. എന്ത് വിഷയവും ഞങ്ങൾ വേണുണ്ടായെങ്കിൽ സെക്കൻഡറി ഉൾക ഞങ്ങൾക്ക് കിട്ടതായ വലിയൊരു നോളജ് ഇൽമുറെ ഒരു ആഗ്രഹമായിട്ടിക്കറി. ಏನು ಆಯത്ത് ಬೇನ ಹದೀಸ್ ಬೇನ ಅದರ ತಫ್ಸೀರ್ ಬೇನ ಎಂದ್ರೆ ಬೇನು ಎಲ್ಲ ദുനിയാവുകും ദീനുകും ദുനിയാവുകും എല്ലാത്തിനും ഉപയോഗമായ ഒന്നായിട്ട് മാത്രമല്ല ഞങ്ങൾ ഉണ്ട് അതിൽ എങ്ങനെ ഉപയോഗമാക്കിക്കൊണ്ടാണ് ಇದಕ್ಕೆ ചൊല്ലിട്ട് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിട്ടിക്കറി. ಇದಕ್ಕೆ സാധാരണ ചൊല്ലിട്ട് ഈ സ്മാർട്ട് ഫോൺ എന്തായിട്ട് കൊണ്ടുണ്ട സ്മാർട്ട് ഫോൺ വിത്ത് ഈഡിയറ്റ്സ് എന്ന് ചൊല്ല അതിൽ യൂസ് ആക്കുന്ന ആൾമാരുണ്ടല്ലേ അങ്ങ് ഈഡിയറ്റ്സ് മൂർഖമാരായിട്ടാ. ഇത് സ്മാർട്ട് ഫോൺ സമമേ ഞങ്ങൾ ഈഡിയറ്റ്സ് ആയിട്ട് ഞങ്ങൾക്ക് അതിന് എങ്ങനെ ഉപയോഗം ആക്കണം ಗೊತ್ತಿಲ್ಲ. അപ്പം ഞങ്ങൾ റമദാനിലും അല്ലാത്തപ്പോൾ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തന്നതായ വലിയ നിഅമത്തിനെ ഞങ്ങൾ അതിന് ഒരു ഉപയോഗം ആക്കുന്ന രീതി ഞങ്ങൾക്ക് ಗೊತ್ತಿಲ್ಲ. അല്ലാഹുരെ ആ നിഅമത്തിനെ അത് ഈ ടൈമും ചൊല്ലുന്നത് ഒരു ടൈമും ചൊല്ലുന്നത് അത് വലിയ ഒരു നിഅമത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്ന 2 വിഷയം. ഒന്ന് ടൈമു വക്ത് ടൈം, രണ്ടാമത്തത് ആരോഗ്യ. ഈ 2 വിഷയം ഉണ്ടല്ലേ ഈ 2 വിഷയം ചൊല്ലുന്നത് വലിയ നിഅമത്തായിട്ട് യാരത്തെ ആൾമാർ ഈ വിഷയത്തിൽ ഗഫലത്തിലായിട്ടിക്കറാറുണ്ട് ബോധമേ ഇല്ലേ. റമളാൻ തിങ്കളു ഇത് ഈ ഒരു ഹദീസ് ഉണ്ടല്ലോ ഞാൻ ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ടൈമിൻ്റെ വിഷയത്തിലും പിന്നെ ആ ഒരു ടൈമിൻ്റെ വിഷയവും ആരോഗ്യത്തെ വിഷയം ഇത് 100% കറക്റ്റായിട്ടിരിക്കും. ഉണ്ട് ഈ സമയം ചൊല്ലുന്നത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ടൈം പാസ് വേനായിട്ട് എത്ര ഗെയിംസ് ഞങ്ങൾ കളിച്ചോള നോമ്പുള്ള സമയത്താ ഞങ്ങൾക്ക് സമയത്തിന് വാല്യൂ കൊണ്ടുണ്ട. ഒരു നാളിൽ ആ മലക്കുൽ മൗത്ത് വന്നിട്ട് ഞങ്ങളെ റൂഹു എടുക്കുക വേനായിട്ട് മലക്കുൽ മൗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷ ടൈം ഞങ്ങൾക്ക് കിട്ടില്ല. ഒരു നിമിഷ ടൈം ഞങ്ങൾ ടൈം തീർത്ത് 3 ಗಂಟೆ ഒരു പേപ്പർ ഒരു സ്റ്റുഡൻറ്റ് എഴുതിട്ടായെങ്കിൽ ആ 3 ಗಂಟೆ ആകുമ്പോഴത്തേക്കു ഇൻവിജിലേറ്റർ ಬಂದು പേപ്പർ ബലിച്ച് എടുത്തോണ്ട് പോകണ്ടു. പിന്നെ ഒരു നിമിഷ സമയത്ത് കിട്ടും. ഈ ജീവിതം ചൊല്ലുന്നത് ഞങ്ങൾ എക്സാമോ അല്ലുള്ള നോക്കണം, ജാഗ്രത ആക്കണം. പ്രതി ഒരു നിമിഷവും അകത്തായിട്ടിക്കരുത്. കുറേ നാളുകൾ മുന്നോട്ട് ഇങ്ങനെ ബോർഡ് എക്സാമുക്ക് പോകേണ്ട മക്കളെ വെച്ചിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തേക്ക് അവർ ട്രെയിനർ ചൊല്ലിട്ട് നിങ്ങൾ എക്സാം ഹാളിൽ ഭാരി ജാഗ്രത വേണം. ആ എക്സാം ഹാളിലേക്ക് പോകേണ്ടേക്ക് മുന്നേ നിങ്ങൾ വാഷ്റൂം പോയിട്ട് പറഞ്ഞു എന്തിച്ചൊന്ന് നടുവിൽ നിങ്ങൾ 5 നിമിഷം മാത്രം വാഷ്റൂം പോയിട്ട് നിങ്ങൾ അകത്യത്തേക്ക് വേനായിട്ട് പോയിട്ടായെങ്കിൽ 5 നിമിഷത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒന്ന് മിസ്സായിട്ട് നിങ്ങൾക്ക് 5 മാർക്ക് പോകുമോ 10 മാർക്ക് പോകുമോ ഞങ്ങളെ മാർക്ക് എത്ര പോയിട്ടിരിക്കും ഈ ജീവിതത്തിൽ നിങ്ങൾ ആലോചനാക്കും. എത്ര മിനിറ്റ് എത്ര മണിക്കൂർ ഞങ്ങൾ വേസ്റ്റ് ആയിട്ടിരിക്കുക, എത്ര മണിക്കൂർ ഞങ്ങൾ വേസ്റ്റ് ആക്കിയിട്ടിരിക്കുക. ഞങ്ങളെ മാർക്ക് ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിട്ടിരിക്കും അവസ്ഥ. ടൈം വേസ്റ്റ് ആക്കിയുള്ള ഉണ്ട് ടൗണിലെല്ലാം ഊടെല്ലാം ഉണ്ട്. ഞങ്ങളെ ഈ ഗ്രാമപ്രദേശത്തിലെല്ലാം കാണാൻ സാധ്യമില്ല. സിറ്റിയിലെല്ലാം എന്തിനാ ഫുഡ് സ്ട്രീറ്റുകളാണ്. ഫുഡ് സ്ട്രീറ്റ് റമളാൻ ഫുഡ് സ്ട്രീറ്റ് അങ്ങനെ
അപ്പോൾ ഇത് മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറേ നമ്മത്തെ ഫുഡെല്ലാം ആക്കി വെച്ചിട്ട് അവിടെ ഒരു നമ്മത്തെ ഒരു മാർക്കറ്റ് ഫുഡിൻ്റെ മാർക്കറ്റ് പോലെ ആക്കിയിട്ട് അതിൽ ചുറ്റി കൊണ്ടിരിക്കട്ടെ ഉനക്ക് തറാവിയും ഇല്ല ഇഷവും ഇല്ല ജാമന ഒരു 10-12 ഗಂಟೆത്തിൽ അവിടെ തിരിഞ്ഞു പോയിട്ട് പിന്നെ വന്നിട്ട് അവനക്ക് അത്താലവും ഇല്ല ഫജ്റും ഇല്ല എന്തും ഇല്ല പിന്നെ ഓൻ്റെ നോമ്പ് ആർക്ക് വേണം ഈ നോമ്പ് കൊണ്ട് എന്ത് ഇതെല്ലാം ഗൾഫ് രാഷ്ട്രത്തെ ഉടകി ഇമ്പോർട്ട് ആയതായിട്ടിക്കോമായി കുറേ വർഷத்துக்கு മുന്നേ 10-15 വർഷத்துக்கு മുന്നേ ഗൾഫിലേക്കുമ്പത്തുക്കു അവിടെ ജാവ് റമദാൻ എന്തിരെ ഫുട്ബോൾ മാച്ച് ಅದಕ್ಕೆ ಬೇರಾയിട്ട് ഒത്തിങ്ങൾ മുന്നേ കുറേ പ്രിപ്പറേഷൻ എല്ലാം ഉള്ളൂ ജാമന ഇഷ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വലിയ ടെൻറ്റും അതും ഇതെല്ലാം ഇട്ട് അവിടെ ഇത് ടൂർണമെൻറ്റ് റമദാൻ ടൂർണമെൻറ്റ് സ്പെഷ്യൽ ജാമന ഫുൾ ഹയാത്ത് മുസ്ലിം ഉമ്മത്ത് എവിടേക്ക് എത്തിയിട്ട് ഞങ്ങളെ അവസ്ഥ ഉണ്ടുണ്ടല്ലേ ഒരു വഖഫുരെ സ്വത്തുക്ക് വേനായിട്ട് ഞങ്ങളെ ഒരു പല്ലിക്ക് വേനായിട്ട് പല നമുക്ക് വേനായിട്ട് ഓരാടേണ്ട അവസ്ഥയായിട്ട് ഞങ്ങൾ ഇന്ന് പണ്ട് ഈ രാഷ്ട്രത്തെ 700 വർഷത്തെ യാരെ ഞങ്ങൾ ആൾവിക്ക് നടത്തിയതായ ഈ കൗമുണ്ടല്ലേ ഇണ്ട് എന്തുകെല്ലാം വേനായിട്ട് ഫൈറ്റാക്കോ വേനായിട്ട് ഒരു അവസ്ഥ ഞങ്ങളെ ദുരവസ്ഥ എവിടേക്ക് എത്തിയിട്ട് നോക്കൂ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടെങ്കിൽ പഠിച്ചുകൊണ്ടേ സഹായം ഞങ്ങൾക്ക് എത്തല്ലേ നാച്ചൊന്ന് ഒന്ന് ടൈമായിട്ടിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമയത്തെ നല്ല നിലയ്ക്ക് ഉപയോഗിക്കുന്നതായ ആൾമാരെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തുമാറാകട്ടെ അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله اتقوا الله പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശന ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തിലും പാലനയാക്കിയിട്ട് തഖ്വയോടുകൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ട് ജീവിക്കാനും ചെന്നിട്ടു സ്വന്തത്തെ മറക്കാണ്ട് നിങ്ങളെല്ലാം ഓരോരുത്തരൊട്ടിಗೆ തഖ്വ വസിയത്താക്കരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ ചൊന്നു പറഞ്ഞ വിഷയ ഒരു റമദാൻ ജീവിതത്തിൽ കിട്ടുകയും ചൊന്നെങ്കിൽ അത് വലിയ വിഷയമായിട്ടിക്കറ് അപ്പോൾ അതിനെ സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾ അതിൽ ഉപയോഗപ്പെടുത്തും ഒന്ന് രണ്ടാമത്തേത് ഞങ്ങളെ സമയാൻ ചൊല്ലത് ഏത് സമയത്തും അത് തീർന്നു പോകും ഏത് ടൈമിലും അപ്പോൾ ആ സമയത്തെ വയസ്സാവണം ചൊന്നിട്ടില്ലേ സീക്ക് പിടിക്കണം ചൊന്നിട്ടില്ലേ 26 വയസ്സുള്ള കബഡി പ്ലെയർ കബഡി മാച്ച് കഴിഞ്ഞ് വന്നിട്ട് പുറത്ത് നിൻ്റെപ്പോൾ ഒരു ഹാർട്ട് ഒരു ചെറിയൊരു നൊമ്പല നെഞ്ഞിൽ ആ സ്പോട്ടിൽ ഡെത്ത് 18 വയസ്സുള്ളതായ PUC പഠിക്കുന്ന ചെറുക്ക മൈക്കാലത്ത് വെച്ചിട്ട് വേറെ എവിടെയോ അല്ല ഇങ്ങനെ വിചാരിക്കണം UP ബീഹാറിലായിട്ടിക്കൊണ്ട് ബാഡ്മിൻ്റൺ കോർട്ടിൽ ബാഡ്മിൻ്റൺ കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കു ആ കിടാവ് മരിച്ചിട്ടിന്നിട്ടായെങ്കിൽ ഒരു ചെറിയ നൊമ്പല വന്നിട്ട് ആ കിടാവ് ഉമ്മ വിചാരിച്ചിട്ടിക്കല്ലേ എൻ്റെ മോണ് ബാഡ്മിൻ്റൺ ബാറ്റ് എടുത്തിട്ട് പറത്താമ്പത്തുകു അവൻ്റെ മയ്യത്തായിട്ടിക്കു വാപ്പസ് ബണ്ണിഞ്ഞു വന്നിട്ടു ആ കിടാവ് വിചാരിച്ചിട്ടിക്കല്ലേ ബാഡ്മിൻ്റൺ റാക്കറ്റ് എടുത്തിട്ട് പറത്ത് പോകുമ്പത്തുകു എൻ്റെ മയ്യത്തായിട്ടിക്കു വാപ്പസ് ബണ്ടേ ഈ ഔത്തുകുഞ്ഞു വന്നിട്ടു അവൻ്റെ ചങ്ങായിമാർ ആ കളി തുടങ്ങുമ്പത്തുകു വിചാരിച്ചിട്ടിക്കല്ല ഈ കളി അവസാനം അവിടെ ഓൻ്റെ മയ്യത്തോടു കൂടെ ആയിട്ടിക്കൊണ്ട് വന്നിട്ടു ಪ್ರತಿ ವರ್ತവും മനസ്സിലാക്കണം ഇട്ടതായ ചട്ടരെ ബട്ടൺ ഞങ്ങൾ എടുക്കുമോ അല്ല വേറെ ആരെങ്കിലും എടുക്കുവാറാന്ന് ചൊന്നിട്ട് ഞങ്ങൾ ಗೊತ್ತಿಲ್ಲ എനി ടൈം അപ്പോൾ സമയാൻ ചൊല്ലത് ടൈമും ചൊല്ലത് അല്ലാഹു എത്ര തന്നിര അത്ര ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ഉപയോഗപ്പെടുത്തണം ഞങ്ങളെ ആഖിറത്തുക്ക് വേനായിട്ട് ഉപയോഗം രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നേ അവൻ്റെ ആരോഗ്യം ചൊല്ലത് ആ നോമ്പിനെ ഒരു സന്ദർഭத்துக்கு അനുസരിച്ചിട്ടായിട്ട് ഈ രണ്ട് വിഷയം ചൊന്നുള്ളൂ ഈ ജൻഡ്രി എന്നൊക്കെ വേസ്റ്റാക്കി ಹೋಗ್ತಿರಲ್ಲ ആരോഗ്യം ചൊല്ലത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതായ അമാനത്തായിട്ടിക്കറ് അതിനെ കാത്തു സൂക്ഷിക്കുന്നത് ഞങ്ങളെ ജവാബ്ദാരിയായിട്ടിക്കറ് കുറേ ഓർക്കൊക്കെ തങ്ങൾ ചൊല്ല സീക്ക് വന്നപ്പോൾ പഠിച്ചോന് വിധിച്ചതല്ലേ ഇത് ആയിട്ടിക്കു പഠിച്ചോന് വിധിച്ചതേ വണ്ടി മാത്രമല്ല ഞങ്ങളും കാരണകർത്തായിട്ടിക്കു ಅದಕ್ಕೆ ഞങ്ങൾ ആക്കിയ സബബിലായിട്ടിക്കರು ഈ സീക്ക് വന്നേതു ഞങ്ങൾക്ക് ഞങ്ങളെ സമുദായം ഉണ്ട് തിന്നേണ്ടതായ ഫുഡിൻ്റെ വിഷയം ഞങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ട് നോമ്പും ഒന്ന് മെനു ഒന്ന് ചെക്കാക്കി നോക്കറുള്ള ഈ റമദാൻ തിങ്കളും ചൊന്നിട്ട് ഫാസ്റ്റിങ്ങിൻ്റെ തിങ്കളായിട്ടിക്കറ് ഫാസ്റ്റിങ് ചൊന്നെങ്കിൽ നോമ്പിലെ തിങ്കളും മാത്രമേ ഉണ്ട് എന്തായാലും ദ മന്ത് ഓഫ് ഫീസ്റ്റിങ് ചൊന്നെങ്കിൽ
തിന്നിരെ തിങ്ങോളും ഈട്ടിങ്ങിരെ തിങ്കളായിട്ട് എൻ്റെ ഈത്തിക്കാഫ് പോയിട്ട് ഈട്ടിക്കാഫായിട്ട് ഈ അവസ്ഥ ആയിട്ടിക്കറി ഇന്ന് ഞങ്ങൾ തിന്നിടത് ಯಾರಾയിട്ടിക്കറി നോമ്പുള്ളൂ നിങ്ങൾ ഒന്ന് നോക്കൂ ബാക്കി നാളിൽ ഞങ്ങൾ സാധാരണ നാളിൽ തിന്നിടതായ തീറ്റിയും ഈ തിങ്ങൊല്ലു തിന്നിരതും അതും എത്ര ഹെൽത്തി ഫുഡ് ഞങ്ങൾ തിന്നറ എത്ര ആരോഗ്യകരമായ ഞങ്ങളെ സലഫു സ്വാലിങ്ങളെ പിമ്പത്തി നടക്കുന്നതായ ഞങ്ങൾ ചൊല്ലല്ലേ ഇപ്പോൾ സലഫു സ്വാലിങ്ങൾ അങ്ങനെ ജീവിത ശൈലി എങ്ങനെ ആയിട്ടിന്ത് അങ്ങനെ ഫുഡിൻ്റെ ശൈലി അങ്ങനെ ആയിട്ടിന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്ത് വന്നിട്ട് സുബഹി ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് റമളാനിലല്ല ബാക്കി ടൈമുള്ളൂ ആയിഷ റളിയല്ലാഹു അൻഹയോട് കേൾക്കറ് എന്തിനുണ്ട് തിന്നോകുണ്ട് നബിയെ എന്തും ഇല്ല നബിയെ ഇവിടെ തിന്നോകൂ എന്തെങ്കിലും നാനുണ്ട് നോമ്പുണ്ട് അതായിട്ടിക്കറ് ഞങ്ങളെ മുൻഗാമികളായ ആൾമാർ പഠിപ്പാട്ടിയത് എത്രമാ നാൾ എന്തും ഇല്ലാണ്ട് ഉണ്ട് ഫ്രൈ ഇല്ലാണ്ടായെങ്കിൽ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും ബാലക്കാർക്കും എല്ലാവർക്കും അർശമുണ്ട് ഒരു സമൂസത്തെ പീസായെങ്കിൽ ഇവിടെ വയസ്സന്മാരുള്ളാർ കുറേ വയസ്സന്മാരിക്കുവാർ അങ്ങനെ മുട്ട കേട്ട് നോക്കൂ അങ്ങനെ ആ യൗവനത്തിൽ സമൂസ കാണുന്നുണ്ടായെങ്കിൽ എവിടേക്ക് പോകണം ചെന്നിട്ട് അണ്ട് ഇണ്ടുക്കും അങ്ങ് ഗട്ടിമുട്ടായിട്ടുള്ളാർ എന്തേ അങ്ങനെ ഫുഡ് സ്റ്റൈൽ അങ്ങനെ ആയിട്ട് ഇണ്ട് ഞങ്ങൾ തിന്നിടതായ ഫുഡിൽ യാരത്തതും ജങ്ക് ഫുഡ് ലിസ്റ്റിക്ക് പണ്ടതായിട്ടിക്കറ് ഞങ്ങൾ ആരോഗ്യത്തെ വിഷയത്തിൽ ഞങ്ങളെ സമുദായ വലിയൊരു വിഷയമേ ആക്കിയിട്ടില്ലേ ഞങ്ങളായിട്ടിക്കറ ഹോസ്പിറ്റലിൽ ചെമ്മെ ബഹുസംഖ്യാതന്മാർ ಜನಸಂಖ್ಯೆಯಲ್ಲಿ ಅಲ್ಪಸಂಖ್ಯಾತಮಾರು ದಂಗ ಹಾಸ್ಪಿಟಲ್ ಬಹುಸಂಖ್ಯಾತಮಾರು ದಂಗ ಎಲ್ಲ ಹಾಸ್ಪಿಟಲ್ಲು ನಂಗ ಇಟ್ಟಿಕ್ರಾರು ದಂಗವು ನಂಗರ ಮಕ್ಕಳು ನಂಗರ ಪೆನ್ನಿಂಗು ನಂಗ ತಿನ್ನಿಡದಾಯ ಫುಡ್ಡು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ನಕ್ಕು ನಿಂಗೂ ಕಾಸು ತಂದು ತಿನ್ನಿಂಟಾಂಗೆ ನಂಗ ಕ್ಯಾಶಿಯರ್ ಮಾತ್ರ ಇಟ್ಟಿಕ್ರ ಆದರೆ ചെലവാക്കുമ്പോഴത്തേക്കും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുക നീ എങ്ങനെ ചെലവാക്കിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇതുക്കും ഉത്തരം കൊടുക്കണമായിട്ട് വരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു നിങ്ങളെ ബയത്തിന് 3 ഭാഗ ಹಾಕೋರು ಅದ್ರ ഒരു ಭಾಗ ಮಾತ್ರ ಫುಡ್ಡು പിന്നൊരു ಭಾಗ ತನ್ನಿ പിന്നൊരു ಭಾಗ ಖಾಲಿ ಬಿಡೋರುಂಟು ഇണ്ട് നോമ്പ് തുറന്ന ബർത്തിക്ക് ഞങ്ങൾ തിന്നിടതായ ഫുഡു എന്നിട്ട് പോയിട്ട് തറാവി നിസ്കരിക്കുമ്പോൾ തൂക്കായിട്ടിക്കറ ഞങ്ങൾ കരിച്ചതും പൊരിച്ചതും ബിരിയാണിയും അതും ഇതും എല്ലാം തിന്നിട്ടുണ്ടല്ലോ തിന്നോകു തീരാനിട്ട് അഗത്യത്തിക്ക് തിന്നോണു ജീവിക്കോകു ಬೇನಾയിട്ട് ತಿನ್ನೋನು ತಿನ್ನೋಗು ಬೇನಾയിട്ട് ജീവിക്കോകു തീരല്ല ഒരു മൂമിന് തിന്നോകു ಬೇನಾയിട്ട് ജീവിക്കോകു തീരല്ല ഉണ്ട് ഞങ്ങളുടെ ബാരി സമുദായത്തെ അവസ്ഥ പേരെടുത്തിട്ട് ഞാൻ ചൊല്ലിട്ട് ഞങ്ങളെ മൈക്കാലത്ത് വെച്ചിട്ട് ബാരി സമുദായത്തെ അവസ്ഥ ചൊന്നെങ്കിൽ ഞങ്ങൾ തിന്നോകു ಬೇನಾയിട്ട് മാത്രം ജീവിക്കുന്ന ഒരു കൗമായിട്ട് മാറില്ല ഞങ്ങളുടെ മങ്ങിലവും ഞങ്ങളുടെ ഔത്തിലെ അവസ്ഥയും ഞങ്ങളുടെ ഫുഡ് വ്യവസ്ഥയും നോക്കിയിട്ടായിരുന്നു സ്കൂളിൽ പോയിട്ട് ചൊല്ലിട്ട് നിങ്ങളെ ക്യാൻറ്റീനിൽ വെജ് ആക്കണം എന്തേ ഒന്ന് ഞങ്ങളുടെ മക്ക ഔത്തൊരു വെജ് തിന്നില്ല ഇവിടെ തിന്നു പാട്ടുള്ളൂ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ പേരൻസ്മാരെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിട്ടിരിക്കും ഔത്തുള്ള ഞങ്ങൾക്കും ആവില്ല ഞങ്ങളെ മക്കൾക്കും ആവില്ല സ്കൂളിൽ പിന്നെ തിന്നിടാറാ ഞങ്ങൾ എല്ലാം തിന്നണം ആ സ്ഥിമിത്തത്തിൽ തിന്നണം ആരോഗ്യകരമായ ഫുഡ് ആ ഒരു മെനു ഞങ്ങളതായിട്ടിക്കണം ഔത്തിലുള്ളതായ പെണ്ണിങ്ങൾക്ക് അവസാനമായിട്ട് ചൊല്ലെ അങ്ങക്കും തെല്ലി ഇബാദത്ത് എടുക്കുള്ളതായ അവകാശം ഞങ്ങൾ കൊടുക്കണം ഞങ്ങൾ 11 ಗಂಟೆಗೆ ಶುರುವಾಕ್ರಾರು ഇപ്പോൾ നോമ്പ് 2 ತಿನ್ನೋಗಾಕು ಹತ್ತಾಲ್ ತೊಲೆ ತೀರಿಲ್ಲ ಕುರ್ಆನ್ ಓದೋಕು ಟೈಮ್ ಇಲ್ಲ ಬೆಳ್ಳಿಯಾಸ 2 ಜುಮಾಗೆ ಬರೋಕು ಟೈಮ್ ಇಲ್ಲ ಹಂಗಾಗಿ ഒരു ക്ലാസ്സിൽ നിന്ന് അങ്ങ് ബറവ് ടൈമില്ല തറാബിക്ക് പണ്ടില്ല ഞങ്ങും അങ്ങും ഒട്ടിക്ക് സ്വർഗത്തേക്ക് പോണ്ടേ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ ഓ മുഅ്മിനീങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുറുണ്ട് നാനും നിങ്ങളും ഈ ജുമാഅത്തേക്ക് വേണ്ട ഞങ്ങളുടെ ഫാമിലി എവിടെ ഉള്ളാറ് ഞങ്ങളുടെ പെണ്ണിങ് എവിടെ ഔത്തുള്ളാറാ അല്ല ഈ പള്ളിയിലുള്ളാറാ നസിഹത്തിക്ക് എത്തുണ്ട് ഞങ്ങൾ ഓരോരുത്തർ ചിന്തിക്കും ഞങ്ങൾ മാത്രം പോയെങ്കിൽ മയ്യ വാർത്തക്ക് ഒരുക്ക് കിട്ടതായ നസിഹത്തിക്ക് ഞങ്ങൾ ഔത്തുള്ള പെണ്ണിങ് ഞങ്ങളെ കുട്ടിയും പറഞ്ഞു തറാബിക്ക് കുട്ടിയും പറഞ്ഞു പള്ളിയുമായിട്ട് അങ്ങ് ബന്ധവേണു എന്നെങ്ങായിട്ട് അങ്ങനെ ഈമാന് വർദ്ധിക്കേ കുറേ ബെടക്കത്തരത്തിൽ നിന്നിട്ടല്ല ഒഴിവായി പോവാറ് ഞങ്ങൾ ഊടേക്ക് ബണ്ടി അങ്ങ് ഫോൺ പിടിച്ചിട്ട് ഔട്ട് തേക്കേ അല്ലാണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണമായ ഫുഡ് ആക്കുക അങ്ങ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഔത്തുള്ള നോമ്പ് തുറപ്പാട്ടിലുണ്ടെങ്കിൽ മഗ്‌രിബ് നിസ്കാര സമയത്ത് ഇല്ല പെണ്ണിങ്ങൾക്ക് ആ അവസ്ഥ കൂടെ വെറും ഫുഡ് മാത്രം അങ്ങനെ ആക്കോക്ക് തീരല്ലേ അതേപോലെ പെണ്ണിങ്ങളെ മുട്ടവും ചൊല്ലുള്ളത് ഈ റമദാൻ മാസം ചൊല്ലത് പുതിയ ഫ്രഷ് ഏത് ന്യൂ ഐറ്റംസിന് ട്രൈ ആക്കോക്കുള്ള തിങ്ങോലല്ല ഇത് നോമ്പിലെ തിങ്ങോലായിട്ടിക്കറ് ഇത് തിന്നിടെ തിങ്ങോലല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് നാളെ ആഖിറത്തേക്ക് പേരായിട്ട് ജീവിക്കുന്നതായ മുത്തഖിമാരെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും പെടുത്തുമാറാകട്ടെ.
സഹോദരന്മാരെ, അൽഹംദുലില്ലാ ഞങ്ങളുടെ പള്ളിയിൽ വന്നിട്ട് ഇത്ര ഒരു ചന്തത്തിൽ ഇബാദത്തെടുത്തുള്ള ലോകത്തിലെ നാനാഭാഗത്തിൽ മുസ്ലിമീങ്ങ ചെമ്മ കഷ്ടത്തിലുള്ളാർ. യുദ്ധം നടന്നുകൊണ്ട് ചില മോത്തിൽ ഭാരി കഷ്ടത്തിലായിട്ടിരിക്കാറ്. അങ്ങക്ക് പേരായിട്ട് ദുആറക്കുന്നത് ഞങ്ങളുടെ മേലെ കടമയായിട്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തെ അത് ലോകത്തിലെ ഏത് ഭാഗത്തിൽ നിന്നുണ്ടെങ്കിലും എല്ലാ നമ്മുടെ ഫിത്ന തൊട്ട് കാത്ത് സലാമത്താക്കട്ടെ. അതേപോലെ ഞങ്ങളെ സമുദായത്തിന് പേരായിട്ട് സ്വറാക്കിയിട്ട് ജയിലിൽ കുറേ ആൾമാരുള്ളാർ. ഞങ്ങൾ മറന്നു പോയിട്ടിക്കുക. അങ്ങ് ഞങ്ങളെ പോലെ ഉണ്ട് പള്ളിക്ക് വന്നിട്ട് ഇവിടെ ഇബാദത്തിറക്കുക സാധ്യമല്ല. ജയിലിൽ ഉള്ളവർ, കേസിൽ കുടുങ്ങിയിട്ടുള്ളവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം സമുദായത്തിന് പേരായിട്ട് സ്വറ എടുത്തിട്ട് ഇങ്ങനത്തെ കുടുക്കൽ പെട്ടാറ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എത്രയും വേഗം രക്ഷപ്പെടുത്തട്ടെ. അങ്ങക്കും ഞങ്ങൾക്കും എന്നും സമുദായത്തിന് പേരായിട്ട് പ്രവർത്തിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളിൽ നിന്ന് വന്നു പോയതായി ശരിയതും വലിയതുമായ എല്ലാ തപ്പുര അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ടെ. റമളാൻ മാസത്തിൽ നല്ല നിലയ്ക്ക് ഇബാദത്തെടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ അവിടെ ഇബാദത്തെടുക്കുക ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ചെമ്മ രോഗിമാർ ദ്വാരക്കൊകുവാനായിട്ട് വസിയത്താക്കിറാറ്. ആരെല്ലാം രോഗം കൊണ്ടിട്ട് കഷ്ടപ്പെട്ടുള്ളാറ് ഞങ്ങളുടെ കൂട്ടത്തിലും അതേപോലെ വസിയത്താങ് ഞങ്ങളുടെ സഹോദരന്മാരുടെ കുടുംബത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ രോഗത്തെ എത്രയും വേഗം ശിഫയാക്കി കൊടുക്കട്ടെ. അതേപോലെ ഈമാനോട് കൂടെ മരിച്ചതായ എല്ലാ മോമിനിങ്ങൾക്കും മോമിനാത്തുമാർക്കും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങനെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ കുടുംബത്തിൽ ശാന്തിയും നെമ്മതിയും തരട്ടെ. ഞങ്ങളുടെ അബ്ബമ്മമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹം ചെയ്യട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب سميع الدعاء يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا وأعداءك وأعداء الدين يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك.